Meet the editors. ചോദ്യം ഇതാണ്, പ്രതിപക്ഷം നേരത്തെ അറിഞ്ഞിരുന്നു. പി എസ് സുനിൽ, നമ്മളിന്ന് ദേശാഭിമാനിയിൽ ഈ അദാനി MSC ഷെയർ വരാൻ പോകുന്നു എന്ന വാർത്ത ജൂൺ 5 പ്രസിദ്ധീകരിച്ച വാർത്ത നമ്മളാണ് കൊടുക്കുന്നത്. പക്ഷേ ജൂൺ 3 മാതൃഭൂമിയും ജൂൺ 1 മറ്റൊരു പത്രവും ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ആണ്, എക്കണോമിക്സ് ടൈംസിൻ്റെ ഇൻഫ്രയും ഡിജിറ്റൽ കോപ്പിയും ഇതേ വാർത്ത തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് ദേശാഭിമാനിയും ജൂൺ 5 കൊടുക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ ആരോപണം ഇത് പ്രതിപക്ഷം അറിഞ്ഞിരുന്നു എന്നാണ്. പ്രതിപക്ഷം അറിഞ്ഞിരുന്നോ? ഉറപ്പായും പ്രതിപക്ഷം അറിഞ്ഞിട്ടുണ്ടല്ലോ. ഇത് പ്രതിപക്ഷം അറിഞ്ഞതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിൽ ചോദിക്കുന്നത്. എങ്ങനെയാണ് ഈ വിഷയം വിവാദമാകുന്നത്? നമുക്ക് ഈ വിഷയം വിവാദമാകുന്നത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇത് നിയമസഭയിൽ ചോദിക്കുമ്പോഴാണ്. പിണറായി വിജയൻ നിയമസഭയിൽ ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നത്, ഇങ്ങനെ ഒരു കരാറിൽ ഒരു ഓഹരി വിറ്റതായുള്ള വിവരം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് മുൻകൂർ അനുമതി തേടാതെയാണ്. ഈ വിഴിഞ്ഞം കരാറിൻ്റെ 5.3 വ്യവസ്ഥയിൽ തന്നെ വളരെ കൃത്യമായിട്ട് മുൻകൂർ അനുമതി വാങ്ങണം ഓഹരികൾ വിൽക്കുകയാണെങ്കിൽ എന്നത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എഴുതി വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് സാഹചര്യത്തിലാണ് അദാനി സർക്കാരിനോട് മുൻകൂർ അനുമതി വാങ്ങാതെ ഈ കരാറിൽ ഏർപ്പെട്ടത് എന്ന വിവരമാണല്ലോ മുഖ്യമന്ത്രി VD സതീശൻ പങ്കുവച്ചത്. പക്ഷേ ഇവിടെ ചോദ്യം അതല്ല. ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം പരിശോധിച്ചാൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല. ദേശാഭിമാനിയിൽ വാർത്ത വന്നു എന്നുള്ളതാണോ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടത്? ജൂൺ 5 ദേശാഭിമാനിയിൽ വാർത്ത വന്നു. ജൂൺ 3 അതേ വാർത്ത മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അരുൺ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ജൂൺ 1 ഇക്കണോമിക്സ് ടൈംസിൻ്റെ ഇൻഫ്രയിൽ ഡിജിറ്റലിൽ ആ വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയം എത്രയോ കാലമായി ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊരു ഡീൽ നടക്കാൻ പോകുന്നു എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഈ ചർച്ചകൾ ഉണ്ടായിരുന്നത് അതൊരു ഡീലായി മാറി എന്നതാണ് ഇവിടെ പ്രശ്നം. അതായത് ചർച്ചകൾ ഉണ്ടായിരുന്നു, ആ ചർച്ചകൾ ഒരു കരാറായി മാറി സർക്കാർ അറിയാതെ. അതാണ് പ്രശ്നം. ഇപ്പോൾ അദാനി ഗ്രൂപ്പ് സെബിക്ക് നൽകിയ കത്തിൽ പറയുന്നത് ജൂൺ 29 MSC ഗ്രൂപ്പുമായി ഈ ഓഹരി വിൽക്കാനുള്ള കരാറിൽ ഒപ്പുവെച്ചു, ഓഹരി വിൽപ്പന നടത്തുന്നു എന്നാണ് അതിൽ പറയുന്നത്. ഓഹരി വിൽപ്പന നടത്തുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് അതോറിറ്റി ക്ലിയറൻസിന് ശേഷമായിരിക്കും. അതായത് ഓഹരി ഞങ്ങൾ വിൽക്കുന്നു, പക്ഷേ ഇതിൻ്റെ പൂർണ്ണമായ നടപടിക്രമങ്ങൾ പൂർത്തിയാവുക അത് സർക്കാരിൻ്റെ ക്ലിയറൻസിന് ശേഷം. അതിപ്പോൾ നാഷണൽ സെക്യൂരിറ്റി ക്ലിയറൻസ് വേണം, ഹോം മിനിസ്ട്രിയുടെ ക്ലിയറൻസ് വേണം, സംസ്ഥാന സർക്കാരിൻ്റെ ക്ലിയറൻസ് വേണം, കേന്ദ്ര സർക്കാരിൻ്റെ ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ ക്ലിയറൻസ് വേണം. ഇതെല്ലാം നമുക്കറിയാവുന്ന വിഷയമാണ്, കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്ന വിഷയമാണ്, കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി മാധ്യമങ്ങൾ എഴുതുന്ന വിഷയമാണ്. അത് മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് പറയേണ്ട ഒരു കാര്യവുമില്ല. മുഖ്യമന്ത്രി VD സതീശൻ പറയേണ്ടത് ഏത് സാഹചര്യത്തിലാണ് അദാനി ഗ്രൂപ്പ് സർക്കാർ അറിയാതെ ഇങ്ങനെയൊരു ഡീലിന് പോയത്. ഇങ്ങനെയൊരു ഡീലിന് പോയ സാഹചര്യത്തിൽ സർക്കാർ അദാനി ഗ്രൂപ്പിനെതിരെ എന്ത് നടപടി സ്വീകരിക്കും? അദാനി ഗ്രൂപ്പ് നേരത്തെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഒറിജിനൽ കരാറിൻ്റെ വയലേഷൻ നടത്തിയിരിക്കുന്നു. ഒറിജിനൽ കരാറിൻ്റെ ക്ലോസ് 5.3.1 വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, പ്രയർ അപ്രൂവൽ ഇല്ലാതെ ഒരു കാരണവശാലും ഓഹരി വിൽപ്പന നടത്താൻ പാടില്ല. എങ്ങനെയാണ് ഓഹരി വിൽപ്പന? 25% കൂടുതൽ ഓഹരി വിൽക്കണമെങ്കിൽ അത് സംസ്ഥാന സർക്കാരിൻ്റെ, അതായത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ യഥാർത്ഥ ഉടമയായ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങണം. ഇതാണ് ആ കരാറിൽ എഴുതി വച്ചിരിക്കുന്നത്. ആ കരാറിൽ എഴുതി വച്ചിരിക്കുന്ന ആ വ്യവസ്ഥ അദാനി ഗ്രൂപ്പ് പാലിച്ചില്ല, അംഗീകരിച്ചില്ല. അദാനി ഗ്രൂപ്പ് അതനുസരിച്ചല്ല ഈ MSC കമ്പനിയുമായിട്ട് ഓഹരി വിൽക്കാനുള്ള തീരുമാനമെടുത്തത്. അപ്പോൾ ഓഹരി വിറ്റ് കഴിഞ്ഞു എന്ന് സെബിയെ അറിയിക്കുന്നു. അതിനുശേഷം ഇതൊരു വിവാദമായപ്പോൾ ജൂലൈ 1 സംസ്ഥാന സർക്കാരിന് അനുമതിയുടെ ഒരു കത്ത് നൽകുന്നു. അതിനാണ് ഇവിടെ ക്ലാരിഫിക്കേഷൻ വേണ്ടത്. അതിന് കമ്മീഷൻ്റെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നു 13,000 കോടി രൂപ വരുന്നു, 2% കമ്മീഷൻ. ആരാണ് ഈ 2% കമ്മീഷൻ്റെ കാര്യം പറഞ്ഞത്? ഏത് പത്രത്തിലാണ്, ഏത് മാധ്യമ സ്ഥാപനമാണ് 2% കമ്മീഷൻ്റെ കഥ പറഞ്ഞത് എന്നത് എനിക്ക് വ്യക്തമാണ്. ഞാൻ എവിടെയും കണ്ടിട്ടില്ല, അങ്ങനെയൊരു സംഗതി എവിടെയും വായിച്ചിട്ടില്ല. കാരണം ഇവിടുത്തെ പ്രശ്നം കമ്മീഷനല്ല,
ഇവിടുത്തെ പ്രശ്നം ഇതിൽ എന്തെങ്കിലും അഴിമതി നടന്നു എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യമല്ലെന്ന്. ഇവിടെ അദാനി ഗ്രൂപ്പ് ഇവിടെ സംസ്ഥാന സർക്കാർ അറിയാതെ ഇവിടെ രഹസ്യമായൊരു ഡീൽ നടത്തി. ആ ഡീൽ നടത്തിയത് വിവാദമായപ്പോൾ, അത് വലിയ ചർച്ചയായപ്പോൾ സംസ്ഥാന സർക്കാരിന് മുമ്പിലേക്ക് എത്തി. അങ്ങനെ ഒരു ഡീലിന് പോകാൻ അദാനി ഗ്രൂപ്പിന് എങ്ങനെ ധൈര്യം ലഭിച്ചു? എങ്ങനെ അദാനി ഗ്രൂപ്പ് അങ്ങനെ ഏകപക്ഷീയമായൊരു തീരുമാനത്തിലേക്ക് പോയി? അവിടെ ഒരു ചട്ടലംഘനം നടന്നിരിക്കുന്നു, അവിടെ ഒരു കരാർ ലംഘനം നടന്നിരിക്കുന്നു. ആ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എന്ത് നടപടിയെടുക്കും? അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തീരുമാനങ്ങളും, ഇപ്പോൾ വിവാദ വിഷയമായ എല്ലാ തീരുമാനങ്ങളും ഇനി എടുക്കാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വകുപ്പുകളാണ്. മുഖ്യമന്ത്രി ചുമതല മുഖ്യമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനം, ഷിപ്പിംഗ് മന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി തന്നെ എടുക്കാൻ പോകുന്ന തീരുമാനം, ധനമന്ത്രി എന്ന നിലയിൽ ധനമന്ത്രി തന്നെ എടുക്കാൻ പോകുന്ന തീരുമാനം, നിയമമന്ത്രി എന്ന നിലയിൽ, അതായത് ഈ വിവാദ വിഷയം ഏതൊക്കെ വകുപ്പുകളിലൂടെ കടന്നു പോകണമോ ആ വകുപ്പുകളുടെയൊക്കെ തന്നെ മന്ത്രി എന്ന് പറയുന്നത് വി ഡി സതീശനാണ്. പിന്നെ മുഖ്യമന്ത്രിയും വി ഡി സതീശനാണ്. അപ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നു? അതിലൊക്കെയുള്ള സംശയം. അപ്പോൾ ഈ സംശയം അകറ്റുക എന്ന പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൽ ദേശാഭിമാനിയിൽ വാർത്ത വന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും പത്രത്തിൽ വാർത്ത വന്നു എന്നുള്ളതല്ല. ഇന്ന് വി ഡി സതീശൻ പറയുന്നത് കേട്ടു, ദേശാഭിമാനിയാണ് സർക്കാരിന്റെ സോഴ്സ്. ദേശാഭിമാനിയാണ് സർക്കാരിന്റെ സോഴ്സ് എന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നത്. സർക്കാരാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. സർക്കാരാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. സർക്കാർ അറിഞ്ഞിരുന്നു, അന്നത്തെ സർക്കാർ അറിഞ്ഞിരുന്നു എന്നാണ്. ഓക്കെ. അപ്പോൾ ആ ദേശാഭിമാനി വാർത്ത ചിലപ്പോൾ ഞാൻ പറഞ്ഞു തെറ്റിയതായിരിക്കും, പക്ഷേ ഞാനിപ്പോൾ നമ്മുടെ റിപ്പോർട്ടിലാണ് കേട്ടത്. അപ്പോൾ ഈ ദേശാഭിമാനി വാർത്തയെ ഉയർത്തി കാണിച്ചാണ് ഒരു പത്രസമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ മുഖ്യമന്ത്രി പ്രതിരോധിക്കുന്നത്. പിന്നീട് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുകയാണ്, ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത്? ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് എന്നത് കഴിഞ്ഞ 1.5 മാസത്തിൽ ഈ സർക്കാർ എടുത്തിട്ടുള്ള നിലപാടുകൾ എണ്ണി പറയാൻ കഴിയും. PMശ്രീയുടെ കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് PMശ്രീക്കെതിരെ വലിയ രാഷ്ട്രീയ ആക്രമണം ഉന്നയിച്ചു. PMശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങി ഒരുപാട് വിമർശനം ഉന്നയിച്ച PMശ്രീയുമായി ബന്ധപ്പെട്ട വിഷയം. ഇനി അദാനി വിഷയം, ഇത് പോട്ടെ. ഇന്ന് വലിയൊരു ആക്ഷേപം വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ടല്ലോ മംഗലാപുരം വിമാനയാത്രയുമായി ബന്ധപ്പെട്ട്. ആ വിഷയവും ഇന്ന് വാർത്താസമ്മേളനത്തിൽ ചോദിച്ചല്ലോ. നിങ്ങൾ അന്വേഷിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എങ്ങനെ യാത്ര ചെയ്തു? ആരുടെ കൂടെ യാത്ര ചെയ്തു? ആരാണ് ആ യാത്രയ്ക്ക് പണം നൽകിയത്? ഇക്കാര്യത്തിലുള്ള അവ്യക്തത തുടരുകയാണ്. അതുകൊണ്ട് ഈ അദാനി വിഷയത്തിൽ, അദാനി വിവാദത്തിൽ ഇതുവരെ ഉയർന്നിട്ടുള്ള വിവാദങ്ങളിൽ ഇപ്പോഴും മുഖ്യമന്ത്രി മൗനം തുടരുകയാണ്, ഒളിച്ചുകളി തുടരുകയാണ്, വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. ഇക്കാര്യത്തിലെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് സംശയമുണ്ട്. പ്രതിപക്ഷത്തിന് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് പ്രതിപക്ഷം കൂടുതൽ ശക്തമായി ആക്രമണം നടത്തുന്നുണ്ട്, ആക്രമണം കടുപ്പിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രതിരോധത്തിലാണ് എന്നതാണ് എൻ്റെ നിലപാട്. അദാനി MSC കരാർ പ്രതിപക്ഷം നേരത്തെ അറിഞ്ഞോ എന്നുള്ളതാണ് ചോദ്യം. നേരത്തെ പ്രതിപക്ഷം അറിഞ്ഞോ? പ്രതിപക്ഷം എന്നതിനപ്പുറം സർക്കാരായിരുന്ന കാലത്ത് അറിയുന്ന ഒരു കരാറല്ല, ആ ഒരു സഹകരണം വിവരം കഴിഞ്ഞ സർക്കാരിന് അറിയാമായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ദേശാഭിമാനി വാർത്തകളൊക്കെ പ്രധാനമായും എടുത്തു കാണിക്കപ്പെടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിതിലെ വസ്തുക്കൾ മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ ബഹളത്തിനും മറ്റ് പ്രശ്നങ്ങൾക്കൊന്നുമില്ല ഉള്ള കാര്യം. വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ എന്നുള്ള വാർത്ത ജൂൺ 1 അല്ലേ, സുനീഷ് ജോയുടെ വാർത്തയായിട്ട് വരുന്നു. അതിൽ MSC ടെർമിനൽ വരുന്നു എന്നുള്ള കാര്യം അത് വിശദമായി തന്നെ വാർത്ത വരുമ്പോൾ MSC പ്രതിനിധികളുമായ ചർച്ച പുരോഗമിക്കുകയാണ്. 49% വരെ ഓഹരിയാണ് MSC ലക്ഷ്യമിടുന്നതെന്ന് പറയുന്നു. കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും അനുമതി ആവശ്യമാണ് എന്ന് പറയുന്നു. പിന്നെ ഷിപ്പിംഗ് കമ്പനിയിൽ നിന്ന് ചരക്ക് നീക്കം ബർത്തിങ്ങിനും ഏകീകൃത നിരക്കാണ് ഈടാക്കുക. വിഴിഞ്ഞത്ത് ചരക്ക് നീക്കം ആരംഭിച്ച ശേഷം എത്തിയ 964 കപ്പലുകളിൽ 3 എണ്ണമാണ് MSC ഒഴിച്ചുള്ള കമ്പനികളുടേത്. അതായത് MSC എത്ര കപ്പലുകൾ വന്നിരിക്കുന്നു, മറ്റു കപ്പലുകൾ എത്ര വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ ഇതിൽ പറയുന്നു. LDF സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. 24,000 TTU കണ്ടെയ്നർ വരെ വഹിക്കാൻ കഴിയുന്ന വൻകിട കപ്പലുകൾക്ക് അനായാസം വന്നുപോകാമെന്നതും സവിശേഷതയാണ് എന്ന കാര്യം കൃത്യമായി പറയുന്നു. ഇത്തരത്തിൽ 67-ലധികം അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകൾ ഇക്കാലയളവിൽ എത്തി എന്നുള്ള കാര്യം പറയുകയാണ്. ഇങ്ങനെ LDF സർക്കാർ സംഘടിപ്പിച്ച ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഈ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതും വലിയ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. ആ കോൺക്ലേവിൽ ഈ പറയുന്ന 4 ലോകോത്തര കമ്പനികൾ വരുന്നു. അതിൽ ഈ MSC ഷിപ്പിംഗ് കമ്പനി അടക്കം, 2ാം സ്ഥാനത്തുള്ള മെസ്ക് അടക്കം, മെഡ്ലോക്ക്, ഷറഫ് ഗ്രൂപ്പ് എന്നിവയുടെ പ്രതിനിധികൾ എത്തി 2 ദിവസത്തെ കോൺക്ലേവിൽ പങ്കെടുക്കുന്നു എന്നുള്ള കാര്യം വളരെ വിശദമായി തന്നെ അന്നും പാർട്ടി പത്രത്തിൽ ഈ പറയുന്ന വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട വികസന നേട്ടങ്ങളുടെ ഒരു പേജ് തന്നെ ആ ഭാഗത്ത് എടുത്തു പറഞ്ഞുകൊണ്ട് അതിൽ 4 ലോകോത്തര കമ്പനികളിലൊന്നായി MSCയെ ചൂണ്ടിക്കാണിക്കുകയാണ്.
പിന്നെ തുറമുഖ വളർച്ച ചർച്ച സജീവമാക്കി പ്രമുഖർ എന്ന് പറഞ്ഞ് ഈ ചർച്ചയുടെ വാർത്തയും വളരെ വിശദമായി തന്നെ കൊടുക്കുന്നു. ഇതേ വാർത്ത ദേശാഭിമാനിയിൽ മാത്രമല്ല ഈ ജനയുഗത്തിലും വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അന്ന് സർക്കാരിൻ്റെ കാലത്ത് നടക്കുന്ന വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട വികസന പരിപാടികൾ അത് വിശദമായി തന്നെ പാർട്ടി പത്രത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ഇത് സഭയിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട വിഷയം അതിന് തലേ ദിവസം നമുക്കറിയാം എല്ലാ പത്രങ്ങളിലും വലിയ വാർത്തയായി ഒന്നാം പേജ് ലീഡ് വാർത്തയായി പറയുന്ന MSC വരുന്നു, ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനി വരുന്നു എന്നുള്ള വാർത്തയായിരുന്നു. അതേ രീതിയിൽ തന്നെ അത് ദേശാഭിമാനിയും കൈകാര്യം ചെയ്തു. അത് കഴിഞ്ഞ സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ ദീർഘദൃഷ്ടിയുടെ ഫലമാണ് എന്ന വാചകമായിരുന്നു അതിൽ പ്രധാനമായും പറഞ്ഞത്. അപ്പോൾ ദീർഘദൃഷ്ടിയുടെ ഫലമായിട്ട് MSC വരുന്നു എന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് ഒരുപക്ഷെ ജൂൺ 1-നും ദേശാഭിമാനി ലേഖൻ ഈ വാർത്ത നൽകിയിട്ടുണ്ടാവുക. ആ ദീർഘദൃഷ്ടിയുടെ തുടർച്ച എന്ന നിലയ്ക്കായിരിക്കാം നൽകിയിട്ടുണ്ടാവുക. അതാണ് പ്രതിപക്ഷ ഇന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. പക്ഷേ മുഖ്യമന്ത്രിക്ക് അതിൽ പറ്റിയ ഒരു പിഴവ് ദേശാഭിമാനി മാത്രം കൊടുത്തുന്നു അല്ലെങ്കിൽ ആദ്യം കൊടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യം വാർത്ത കൊടുക്കുക എന്നുള്ളതൊരു നേട്ടമാണല്ലോ. ഫസ്റ്റ് ഓൺ നമ്മളും കൊടുക്കുന്ന ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ എന്നുള്ളതാണോ? അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് അല്ല, ഞങ്ങൾ മൂന്നാമതാണ് എന്ന് പറയുന്നതിൽ ആ വാദം പറഞ്ഞ് ജയിക്കാൻ കഴിയുമോ? അത് എന്ത് വാദമാണ് അതുകൊണ്ട് ഉന്നയിക്കുന്നത്? ദേശാഭിമാനി കൊടുത്തു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ആ പോയിന്റിൽ MSC ഒരു എതിരാളിയല്ല എന്നുള്ളതാണ് അതിലെ പോയിന്റ്. ഇത്രയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത് നോക്കൂ, അദാനി ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അപ്പോൾ ഓഹരി വിപണി ചട്ടം, സെബി ചട്ടമൊക്കെ ബാധകമായിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ കമ്പനി ഇപ്പോൾ ഒപ്പുവച്ചിരിക്കുന്നത് നിയമപരമായി ബാധ്യതയുള്ള പ്രാഥമികമായ കരാർ മാത്രമാണ്. അത് ഷെയർ കൈമാറ്റം അല്ലെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് സംസ്ഥാന സർക്കാരിൽ നിന്നും നഷ്ടപ്പെടുന്നു എന്ന രൂപത്തിൽ ഉള്ള ഒരു കരാറല്ല എന്ന് തന്നെയാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. 2015 കരാറിലെ ഈ ക്ലോസ് 5.3 പ്രകാരം നമ്മളൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന 5.3 പ്രകാരം അദാനി പോർട്ടിൻ്റെ 25% ഓഹരി കൈമാറണമെങ്കിൽ സംസ്ഥാന സർക്കാർ മുൻകൂർ അറിഞ്ഞിരിക്കണമെന്നുള്ളതാണ്. അതിൽ ദേശീയ സുരക്ഷാ വിഷയമുണ്ട്, പൊതു താല്പര്യമുണ്ട്, ഈ നിക്ഷേപത്തിൻ്റെ സ്വഭാവം, ഇതൊക്കെ തന്നെയും പ്രധാനപ്പെട്ട ഘടകങ്ങളാകുന്നുണ്ട്. 2015 കരാർ പ്രകാരം തന്നെ ഉള്ള മറ്റു കാര്യങ്ങൾ ഇതാണ്. ഈ നിർമ്മാണ കാലത്ത്, ഈ പോർട്ടിന് നിർമ്മാണ കാലത്തും പോർട്ട് തുടങ്ങി ആദ്യത്തെ ഒരു വർഷവും അദാനി കുറഞ്ഞത് 50% ഓഹരി കയ്യിൽ വെക്കണമെന്നുള്ളതാണ്. 50% ഓഹരി ആ ഒരു വർഷത്തിനകം കൈമാറാൻ പാടില്ല എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് കുറഞ്ഞത് 26% മതി. അതായത് ഒരു വർഷം കഴിഞ്ഞാൽ, ഇപ്പോൾ പോർട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു, അത് ലാഭകരമായി മുന്നോട്ട് പോകുന്നു, നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള വിലയിരുത്തലാണുള്ളത്. അപ്പോൾ ആദ്യ വർഷം പിന്നിട്ടതിനാൽ അവരുടെ 49% കൈമാറി 51% അവർ നിലനിർത്താനുള്ള കരാറിലേക്കാണ് പോയിരിക്കുന്നത്. അതിൻ്റെ പ്രാഥമിക നടപടിയാണ് നടന്നിരിക്കുന്നത്. ഈ പ്രാഥമിക നടപടിയിൽ സെബിയെ അറിയിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചട്ടം. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ അറിയിക്കുക, അത് കഴിഞ്ഞ് അത് പരസ്യപ്പെടുത്തുക, അതിനുശേഷം പറയുന്ന സർക്കാരിനെ അറിയിക്കുക. ഇങ്ങനെയാണ് അതിൻ്റെ ചട്ടം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ചർച്ച എന്നുള്ളത് ഈ VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് നടത്തിയ യാത്രയിൽ തുടങ്ങിയ ചർച്ച എന്ന രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ അങ്ങനെയല്ല. മാസങ്ങൾക്ക് മുമ്പ് MSC പോലുള്ള ഒരു ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു കപ്പൽ കമ്പനിയുമായിട്ടുള്ള ചർച്ച വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിരിക്കാം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത് 2015 ഉമ്മൻചാണ്ടിയുമായി കരാർ ഒപ്പിടുന്ന ഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ അദാനി MSCയുമായി ഈ ചർച്ചകൾ നടത്തിയിരിക്കാം, MSൽ നിന്ന് ചില ഉറപ്പുകൾ നേടിയിരിക്കാം എന്നുള്ളതാണ്. അത് കരാർ പ്രകാരമല്ല, അവർ തമ്മിലുള്ള അടുപ്പം വെച്ച് അങ്ങനെയൊരു ചർച്ചകൾ അവിടെ നടന്നിരിക്കാം. അത് വർഷങ്ങൾ എടുക്കുന്ന ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ MSC പോലുള്ള ഒരു കമ്പനിയുടെ കപ്പലുകൾ ഈ ഒരു വർഷം ഇത്രയും 1000 കപ്പലുകൾ നമ്മളെ പോലുള്ളൊരു വിഴിഞ്ഞ പോലൊരു നേരത്തെ ആ രൂപത്തിൽ അല്ലാത്തൊരു പോർട്ടിലേക്ക് വരുമോ എന്നുള്ള ചോദ്യമുണ്ട്. അതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി പറയുന്നത്. അപ്പോൾ വർഷം 20 കോടി TEU കണ്ടെയ്നർ ഗതാഗതവുമായി ബന്ധപ്പെട്ടുള്ള ശൃംഖലയാണ് MSCക്കുള്ളത്. ആഗോളതലത്തിൽ തന്നെ 21.6% ഇവരുടെ നിയന്ത്രണത്തിലാണ്. ഇപ്പോൾ വിഴിഞ്ഞത്ത് പരമാവധി ശേഷിയിൽ എത്തിയാൽ പോലും ലോകത്തെ ആകെ കണ്ടെയ്നർ ഗതാഗതത്തിൻ്റെ 0.7% മാത്രമേ കൈകാര്യം ചെയ്യൂ എന്ന് പറയുമ്പോൾ അത്രയും നമുക്ക് ശേഷിയുള്ളൂ. അത് തന്നെ നമുക്കൊരു നേട്ടമാവുകയാണ്. ഇനി പറഞ്ഞ മൊണോപ്പൊളി എന്നുള്ള വാദം ഇപ്പോൾ ഇന്നത്തെ വാദത്തിലൊന്നും ഇടതുപക്ഷം ഉന്നയിക്കുന്നില്ല കേട്ടോ, പ്രതിപക്ഷം ഉന്നയിക്കുന്നില്ല. ഇന്ന് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായാലും മൊണോപ്പൊളി എന്നുള്ള വാദം കളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മൊണോപ്പൊളി നടക്കില്ല എന്നുള്ള കാര്യം കാരണം എണ്ണൂറിൽ തന്നെ അതിൽ ഡേറ്റ നോക്കുകയാണ്. തമിഴ്നാട്ടിലെ എണ്ണൂർ തുറമുഖത്ത് എത്തിയ കപ്പലുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ അവസാന 12 കപ്പലിൽ 6 MSCയുടെയും 5 മെർക്സിൻ്റെയുമാണ്. അപ്പോൾ MSC നേട്ടമായി പറഞ്ഞവർ ഇപ്പോൾ MSCയുടെ നേട്ടം മാത്രമാണ്, MSC മാത്രമാണ് നേട്ടമാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ആ ഒരു വാദം ഒഴിവാക്കിയിരിക്കുന്നു. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ ആരോപണങ്ങൾ MSCയുടെ മൊണോപ്പൊളി ഉണ്ടാകും, MSCയുടെ കപ്പലുകൾ ഇവിടേക്ക് മയക്കുമരുന്ന് കൊണ്ട് ഇറക്കുമെന്നുള്ള വാദങ്ങളടക്കം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കി. ഇപ്പോൾ ആ വാദങ്ങളൊന്നുമില്ല. MSC വികസനത്തിന് ഭാഗമായി എന്ന് പറയുന്നു, MSC കൂടി വരേണ്ടതാണെന്ന് പറയുന്നു. പക്ഷേ ഈ പറഞ്ഞ സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം, ഇത് സാങ്കേതികമായ ചില കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തർക്കമില്ല. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി അവിടെ അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. ആ അതൃപ്തി അറിയിക്കുമ്പോഴും അനൗപചാരികമായിട്ടൊക്കെ തന്നെ ഇത് എല്ലാവർക്കും അറിയായിരുന്നു. ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിനും അറിയാം MSC ഇവിടേക്ക് വരാൻ
ഇടയായി. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് ഇപ്പോൾ പറ്റിയിരിക്കുന്ന ഒരു പിഴവ് എന്താണെന്ന് വെച്ചാൽ MSCയുടെ നേട്ടം കഴിഞ്ഞ സർക്കാരിൻ്റെ നേട്ടമായി തന്നെ അവതരിപ്പിക്കാമായിരുന്നു. അന്ന് തന്നെ കോൺക്ലേവ് നടത്തുന്നു, അന്ന് തന്നെ അവരുമായി ചർച്ച നടത്തുന്നു, അവരുടെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇത് വന്നാലുള്ള നേട്ടങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നു. അതിൻ്റെ തുടർച്ച യഥാർത്ഥത്തിൽ വിഴിഞ്ഞം ഒരു തുടർച്ചയാണല്ലോ. ആ തുടർച്ചയിൽ ഞങ്ങളുടെ കാലത്ത് കൊണ്ടുവന്ന ഒരു 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 വലിയ കപ്പൽ കമ്പനി ഞങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവരിപ്പോൾ ഈ കരാറിലേക്ക് വരുന്നത് എന്ന് പറയുകയാൽ കഴിഞ്ഞ സർക്കാരിന് നേട്ടമായി അവതരിപ്പിക്കാമായിരുന്നു. ഇത് അവിടെയാണ് പാളിയിരിക്കുന്നത്. അവിടെ പാളിക്കഴിഞ്ഞ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിയുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് എന്തൊക്കെയോ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന കരാർ എന്ന രൂപത്തിൽ ഈ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കും. മുഖ്യമന്ത്രി അല്ലാതിരിക്കുമ്പോൾ അദ്ദേഹം ഏത് ഫ്ലൈറ്റിൽ പോയി, എങ്ങനെ പോയി എന്നുള്ളതും 25 ലക്ഷം എന്നുള്ള തുക, ആ 25 ലക്ഷത്തിന്റെ കണക്ക് എവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല. അങ്ങനെ ഒരു ആരോപണം അവിടെ ഉന്നയിക്കുകയാണ്. അപ്പോൾ തിരിച്ച് മുഖ്യമന്ത്രിയും ഇന്ന് പറയുന്നു ഈ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് ഇതിലെന്താണ് കാര്യമെന്ന്. KK രാഗേഷ് ഇതിൽ കാര്യം ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്കതല്ല ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൽ പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ആ ഒരു താല്പര്യം അവിടെ പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന ദിവ്യ സയ്യരെ എന്താണ് താരതമ്യേന ചെറിയൊരു പോസ്റ്റിലേക്ക് മാറ്റി എന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്? അവർ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടർ എന്ന പോസ്റ്റാണ്. അതൊരു ഒട്ടും മോശമായ പോസ്റ്റല്ല, വളരെ പ്രധാനപ്പെട്ട സീനിയറായ IAS ഉദ്യോഗസ്ഥരിരുന്ന പോസ്റ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരെ ഒരു താഴെ ഒരു പോസ്റ്റിലേക്ക് കൊണ്ടിരുത്തി എന്ന രൂപത്തിൽ അത് അവതരിപ്പിക്കുന്നതും ശരിയല്ല. ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ വെറും രാഷ്ട്രീയമാണ് ഇതിൽ നടക്കുന്നത്. വിഴിഞ്ഞം വികസനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ജനം ചോദിക്കുന്നതല്ല, പ്രതിപക്ഷം ഉന്നയിക്കുന്ന വാദം, ആദ്യം ഉന്നയിച്ച വാദത്തിൽ നിന്ന് പിന്നാക്കം പോയിക്കൊണ്ട്. കാരണം സഭയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ MSCയുടെ മോണോപ്പൊളിയാണ്. പക്ഷേ ഇപ്പോൾ മോണോപ്പൊളി എന്നുള്ള വാദം അവിടെ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ VD സതീശന് എന്തോ നേട്ടമെന്ന്, അല്ലെങ്കിൽ VD സതീശന് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പോകുന്ന നേട്ടം എന്ന രൂപത്തിൽ അത് അവതരിപ്പിക്കുകയാണ്. ഇതിങ്ങനെ പറഞ്ഞ് ഈ വിവാദം ഇവിടെ അവസാനിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. അദാനി MSC ഡീൽ പ്രതിപക്ഷമാണോ നേരത്തെ അറിഞ്ഞത്? മാധു, ഇതിൻ്റെ തുടക്കം നിയമസഭയിൽ നിന്നാണ്. അപ്പോൾ PR സുനിലും സ്മൃതി മാഡവും കൃത്യമായിട്ട് ആ കാര്യങ്ങൾ, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. നിയമസഭയിൽ പ്രതിപക്ഷം ഇക്കാര്യം ഉന്നയിക്കുകയും VD സതീശൻ അന്ന് ഞാൻ പത്രമാധ്യമങ്ങളിൽ നിന്നാണ് വായിച്ചറിഞ്ഞത് എന്ന് പറയുകയും ചെയ്തു. അതിനു മുൻപ് ഇപ്പോഴത്തെ പ്രതിപക്ഷം ഇതറിഞ്ഞിരുന്നോ എന്നാണല്ലോ നമ്മുടെ ചോദ്യം. അപ്പോൾ അന്നത്തെ രാവിലത്തെ പത്രം വായിച്ച് പ്രതിപക്ഷം ഇതറിയുകയും അത് ഉന്നയിക്കുകയും ചെയ്തോ എന്നുള്ളതല്ല ചോദ്യം. അതിനു മുൻപ് പാർട്ടി പത്രത്തിലടക്കം വന്ന ലേഖനങ്ങളിലൂടെ ഈ 5-ാം തീയതി തന്നെ ഇത് പ്രതിപക്ഷം അറിഞ്ഞിരുന്നോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അറിഞ്ഞിരുന്നോ എന്ന ചോദ്യത്തിന് രണ്ട് സാധ്യതകളാണ്. അത് സർക്കാരിനെ സംബന്ധിച്ചും അതുപോലെ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞത് മുഖ്യമന്ത്രി ഇത് അറിഞ്ഞിരുന്നു എന്ന് തന്നെയാണ്. മുഖ്യമന്ത്രി ഇത് അറിഞ്ഞിരുന്നു, അങ്ങനെ സംസ്ഥാന സർക്കാർ അറിയാതെ അദാനി പോർട്സിന് ഇങ്ങനെ ഒരു നീക്കം നടത്താൻ കഴിയില്ല എന്ന് സംശയലേശമന്യേ വലിയ ആരോപണ സ്വഭാവത്തോടു കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നു. അവിടെ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കാനുള്ള ചോദ്യവുമുണ്ട്, മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ള ചോദ്യവുമുണ്ട്. ഒന്ന്, പാർട്ടി പത്രത്തിൽ ഇങ്ങനെ ഒരു ലേഖനം വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ആ വിവാദം ഉണ്ടാകുന്നതിൻ്റെ തലേ ദിവസം മാധ്യമങ്ങൾ പലതും ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, വലിയ ചുവടുവെപ്പ് എന്ന നിലയ്ക്ക് അവതരിപ്പിച്ചു. പിറ്റേ ദിവസമാണ് അതിൻ്റെ രാഷ്ട്രീയ സാധ്യത മുന്നോട്ട് വരുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ മുന്നോട്ട് വരുന്നതും. അത് ഇക്കണോമിക് ടൈംസിലും പിന്നീട് മാതൃഭൂമി പത്രത്തിലും പിന്നീട് ദേശാഭിമാനി പത്രത്തിലും വന്നിട്ടും കേരളം അത് ചർച്ച ചെയ്തില്ല. പാർട്ടി പത്രത്തിൽ വന്നിട്ട് പോലും ഈ കാര്യങ്ങൾ പാർട്ടിയുടെ നേതാക്കൾ അറിയുകയും ഈ തരത്തിൽ രാഷ്ട്രീയമായ പ്രതിരോധം മുന്നോട്ട് വെക്കുകയും ചെയ്തില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസ് കൈകാര്യം ചെയ്തിരുന്ന സ്റ്റാഫുകളിൽ ഏറിയ കൂറും ഇപ്പോഴും അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. അവരാരും ഇത് പ്രതിപക്ഷ നേതാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ ഈ കാര്യത്തിൽ പിന്നിലുള്ള രാഷ്ട്രീയ സാധ്യത മുന്നോട്ട് വെക്കുകയോ ചെയ്തില്ല. ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനം നടത്തുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഇത് 40 ദിവസം കൊണ്ടുണ്ടാകുന്ന ഒരു കരാറല്ല, 2 ഇന്റർനാഷണൽ കമ്പനികൾ തമ്മിലുണ്ടാകുന്ന ധാരണയും കരാറും ചർച്ചകളുമാണ്. ഇത് ഈ സർക്കാർ വന്നതിന് ശേഷം മാത്രം ഇവോൾവ് ചെയ്ത് വന്ന് ഡെവലപ്പ് ചെയ്ത് ഒരു കരാറിലേക്ക് ഈ സെബിക്ക് കൊടുത്ത കത്തിൻ പ്രകാരം ജൂൺ 29 എത്തുന്നൊന്നല്ല. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഡെവലപ്മെന്റ്സ് ഉണ്ടായിരുന്നു. അത് സെൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല. നമുക്ക് ഇന്റലിജൻസ് സംവിധാനമുണ്ട്. നമുക്ക് അതിനു മുമ്പ് പോർട്ട് MD ആയി ദിവ്യ അയ്യർ തന്നെ ഉണ്ടായിരുന്നു. അവർ അദാനിയുടെ ഈ പറയുന്ന എഗ്രിമെന്റ് ബ്രീച്ചിനടക്കമുള്ള കാര്യങ്ങളെ വലിയ ജാഗ്രതയോടെ ചെറുത്തതാണ് എന്നൊക്കെയാണ് എല്ലാവരും ഇപ്പോൾ വാഴ്ത്തിപ്പാടുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ കാര്യങ്ങൾ സെൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ഡീല് നടക്കാൻ പോകുന്നു എന്ന കാര്യം നമ്മൾ അറിഞ്ഞില്ല
ഇക്കണോമിക് ടൈംസും മാതൃഭൂമിയും പിന്നീട് ദേശാഭിമാന പത്രവും റിപ്പോർട്ട് ചെയ്തിട്ടും അതൊരു വലിയ ചർച്ചയായി വന്നില്ല. പിന്നീട് ഈ ഇൻവെസ്റ്റ്മെന്റ് ഒരു പോസിറ്റീവ് തിങ് എന്ന നിലയ്ക്ക് ചർച്ച ചെയ്യപ്പെടുകയും പിന്നീട് രാഷ്ട്രീയ വിവാദം വന്നപ്പോഴാണ് പ്രതിപക്ഷം ഇക്കാര്യം ഉന്നയിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ പത്രം വായിച്ചിട്ടാണ് അറിഞ്ഞത് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഭരണപക്ഷത്തിലേക്ക് വരാം. പത്രം വായിച്ചിട്ട് അറിയേണ്ട ഒരു സംവിധാനമല്ല സർക്കാർ. ഒന്നാമത്തേത്, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇന്റലിജൻസ് സംവിധാനങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. PRD എന്ന് പറയുന്ന ഒരു വകുപ്പ് അവിടെയുണ്ട്. അവരുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി അടക്കമുള്ളവരുണ്ട്. ഇവരുടെ പ്രാഥമികമായ ചുമതല എന്ന് PRDയുടെ പ്രാഥമികമായ ചുമതല എന്താണ്? PRDയുടെ ചുമതലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ് അതാത് ദിവസത്തെ മാധ്യമങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ അത് നിരീക്ഷിക്കുക. എനിക്ക് തോന്നുന്നു സീഡിറ്റിലോ മറ്റോ അതിനുവേണ്ടി ഒരു സെല്ല് തന്നെയുണ്ട്. അത് നിരീക്ഷിക്കുക, അതിൽ നിന്നുള്ള രാഷ്ട്രീയം, അതിൽ നിന്നുള്ള കാര്യങ്ങൾ, സർക്കാർ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ക്രോഡീകരിക്കുക, അത് സർക്കാരിന് ബ്രീഫ് ചെയ്ത് കൊടുക്കുക. ഇവരാരും ഇത് ചെയ്തില്ല. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് വന്നില്ല. ഇനി അദ്ദേഹം തുറമുഖ വകുപ്പ് മന്ത്രി കൂടിയാണ്. അവിടെ നടന്നിരിക്കുന്ന ഒരു കാര്യത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വരെയും ഈ വിവരങ്ങൾ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല. അപ്പോൾ പത്രം വായിച്ചിട്ട് അറിയേണ്ട ഒരു ഇന്റലിജൻസ് ഉണ്ട്, PRD ഉണ്ട്. ഇവർക്ക് ആർക്കും പത്രം വായിക്കുന്ന സ്വഭാവമില്ല. ഇനി വേറെയും അപ്പോൾ ഈ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് VD സതീശനും ഇത് അറിഞ്ഞില്ല, പാർട്ടി പത്രത്തിൽ വന്ന വാർത്ത പാർട്ടിയും അറിഞ്ഞില്ല. ഇത്രയും അവിടെ ക്ലിയർ ആണ്. ഈ രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിരിക്കുന്നു. ഇനി ദേശാഭിമാനിയിൽ വാർത്ത വരാൻ പാടില്ലായിരുന്നു എന്നാണ് ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ ഉന്നയിച്ചൊരു കാര്യം. ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നല്ല പറയുന്നത്. ദേശാഭിമാനിയിൽ ആ വാർത്ത വരാൻ പാടില്ലായിരുന്നു എന്നാണ്. ദേശാഭിമാനി പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ളൊരു പത്രമാണ്. ആ പത്രം CPMന്റെ ഒരു ഓർഗൻ എന്ന നിലയ്ക്കാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നതാണ് CPMന്റെ തന്നെ ബുള്ളറ്റിനുകളിൽ പറയുന്നത്. CPMന്റെ പാർട്ടി ബുള്ളറ്റിനുകളിൽ തന്നെ ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട വിവരണം അങ്ങനെ തന്നെയാണ്. അതായത് പാർട്ടിയുടെ ഒരു അവയവം എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്നു എന്നതാണ് ഈ ദേശാഭിമാനിയെക്കുറിച്ച് പീപ്പിൾസ് ഡെമോക്രസി തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ലേഖനത്തിൽ പറയുന്നത്. ആ ദേശാഭിമാനി പത്രം രാഷ്ട്രീയമായി വാർത്തകളെ കൈകാര്യം ചെയ്യണം എന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. അത് ഇപ്പം മാധ്യമങ്ങളുടെ നിഷ്പക്ഷതയെപ്പറ്റി വാതോരാതെ ക്ലാസ് എടുക്കുന്നവരാണ് പാർട്ടി നേതാക്കൾ. അവരുടെ കയ്യിലുള്ള ഒരു പത്രം, ഒരു വാർത്ത കിട്ടിയാൽ അത് റിപ്പോർട്ട് എഡിറ്റർ സ്വരാജാണ്. അദ്ദേഹം ഏറ്റണമെന്ന് പറഞ്ഞിരുന്നു. നയത്തിന് വിരുദ്ധമായി, പാർട്ടിയുടെ കാഴ്ചപ്പാടിന് വിരുദ്ധമായി വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് 2 തവണ, ഒന്ന് ഇതൊരു വലിയ നിക്ഷേപം എന്ന നിലയ്ക്ക് പ്രഘോഷിക്കപ്പെട്ടത്, രണ്ടാമത്തത് ഈ പറയുന്ന 5-ാം തീയതി ഇന്ന് പാർട്ടി സെക്രട്ടറി തന്നെ തള്ളി പറഞ്ഞ നിലയിലുള്ള വാർത്ത വന്നത്, വരാൻ പാടില്ലായിരുന്നു എന്ന വാർത്ത പറഞ്ഞത്. അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് നിലപാട് പറയാൻ രാഷ്ട്രീയം പറയാനാണല്ലോ ദേശാഭിമാനി. ആണ് CPM രാഷ്ട്രീയം പറയലാണ് ദേശാഭിമാനിയുടെ ജോലി. അപ്പോൾ അതിന് വിരുദ്ധമായ ഒരു വാർത്ത വന്നപ്പോൾ അത് പറയാൻ പാടില്ല എന്ന് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പറയുക എന്ന് അദ്ദേഹത്തിന് ഉത്തരവാദിത്വം. പക്ഷേ നേരത്തെ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്തരം ക്ലെയിമുകൾ വേണ്ടതില്ല എന്നതാണ് വേറൊരു കാര്യം. ഇനി പോട്ടെ, അങ്ങനെ പാർട്ടി വിരുദ്ധ നിലപാടിലുള്ള ഒരു വാർത്ത വന്നുവല്ലോ, അതുമായി ബന്ധപ്പെട്ട് എഡിറ്റോറിയൽ ആ നിലപാട് വ്യക്തം. അപ്പോൾ നമ്മുടെയൊക്കെ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ നമ്മളെല്ലാവരെയും, നമ്മളാണല്ലോ ഇതിൻ്റെ ഈ എഡിറ്റേഴ്സ് എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. നമ്മളെല്ലാവരും പലപ്പോഴും സൈബർ അറ്റാക്കിനടക്കം ഇരയാകാറുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിലപാട് പറയേണ്ട ബാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, കരാർ ലംഘനം ഉണ്ടായിട്ടില്ല എന്നതാണ് പറയുന്നത്. നമ്മൾ പലതവണ പറഞ്ഞതാണ്, ഈ സെബിയുമായിട്ടുള്ള കത്തിടപാടിൽ അവർ കൃത്യമായി പറയുന്നൊരു കാര്യം, അവർ ഈ കരാറിലേക്ക്, എഗ്രിമെന്റിലേക്ക് എൻ്റർ ചെയ്തിരിക്കുന്നു എന്നത് തന്നെയാണ്. ഇനി മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നത് കരാർ ഉണ്ടായിട്ടില്ല എന്നതാണ്. അത് അദാനിയുടെ വാദമാണ്, സർക്കാരിന് കൂടി കത്യമാണ്. മുന്നിൽ ഈ വിവരം ആണോ, സർക്കാരിന് മുൻ രേഖകളോ, ഒരു എഗ്രിമെന്റ് നിലനിൽക്കെ ഇത്തരത്തിലൊരു ഡീലിലേക്ക് പോകാൻ മനസ്സ് കാണിച്ച, അല്ലെങ്കിൽ പോകാൻ ധൈര്യം കാണിച്ച ഒരു കമ്പനി പറഞ്ഞ കാര്യമാണോ, അതോ മുന്നിൽ വന്നിരിക്കുന്ന രേഖകളാണോ സർക്കാർ വിശ്വാസത്തിൽ എടുക്കേണ്ടത് എന്നുകൂടി ഒരു ചോദ്യമുണ്ട്. നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന രേഖ ഇതാണ്. അദാനി പറഞ്ഞിരിക്കുന്ന കരാറിലേക്ക് പോയിട്ടില്ല, അന്തിമ കരാർ സർക്കാരിൻ്റെ കൂടി അനുമതിക്ക് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്നതാണ്. ആ സെന്റൻസ് നമ്മൾ പലതവണ വായിച്ചതുമാണ്. സെബിക്ക് കൊടുത്തിരിക്കുന്ന കത്തിൽ വളരെ കൃത്യമായി പറയുന്ന കാര്യം, ഞങ്ങൾ ഈ കരാറിലേക്ക്, ഈ എഗ്രിമെന്റിലേക്ക് എൻ്റർ ചെയ്തിരിക്കുന്നു എന്നത് തന്നെയാണ്. ഇനി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടിരുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട ആക്ഷേപം, അതിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. ഇനി ഈ കാര്യങ്ങളിലൊക്കെ ഒരു ഹോട്ട്ലൈൻ സ്ഥാപിക്കപ്പെട്ടു എന്ന തരത്തിലുണ്ടാകുന്ന പരിഹാസം, ഈ അദാനി, ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളിലും ആത്യന്തികമായ ഉത്തരവാദിത്വം എടുക്കേണ്ടതും ചുവട് വെക്കേണ്ടതുമായ എല്ലാ അധികാരങ്ങളും അദ്ദേഹത്തിൽ മാത്രം നിക്ഷിപ്തമായത് മുൻകൂർ ഗൂഢാലോചന പ്രകാരമാണ് എന്നൊരു ആക്ഷേപം അദ്ദേഹം കേൾക്കുന്നുണ്ട്.
അതിന് അദ്ദേഹം മറുപടി പറയേണ്ടതുണ്ട്. ഇനി അദ്ദേഹത്തിന് മംഗലാപുരം യാത്രയുമായി ബന്ധപ്പെട്ട പ്രശ്നം, അത് അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപായിരിക്കാം, അദ്ദേഹം മുഖ്യമന്ത്രി ആകുമെന്ന് ഉറപ്പുണ്ടാകുന്നതിന് മുൻപുമായിരിക്കാം. അപ്പോഴും അദ്ദേഹം ജനപ്രതിനിധിയായിരുന്നു. അദ്ദേഹം ഈ നാട്ടിലെ ഒരു മുന്നണിയെ, അധികാരത്തിലേക്ക് വരാനുള്ള ഒരു മുന്നണിയെ കൃത്യമായി മുന്നിൽ നിന്ന് നയിച്ച ആളാണ്. അപ്പോൾ അതിൽ ഒരു സാമ്പത്തിക ആരോപണമാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന് മറുപടി പറയാം, നിഷേധിക്കുകയോ എന്തും ചെയ്യാം, പക്ഷെ അതിൽ അദ്ദേഹത്തിന് മറുപടി പറയേണ്ടുന്ന ഒരു ബാധ്യത കൂടിയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി വേറെയും ചില കാര്യങ്ങളുണ്ട്. അത് എന്തുകൊണ്ടാണ് കരാർ ലംഘനം ഉണ്ടായി എന്ന കാര്യത്തിൽ അതായത് ഈ അദാനി പോർട്സിനോട് അതൃപ്തി മാത്രമാണ് അറിയിക്കുന്നത്. അങ്ങനെയല്ലല്ലോ അത് വേണ്ടത് എന്നൊരു കാര്യമുണ്ട്. അവർ സർക്കാരിന് മുൻകൂർ അനുമതി ഇല്ലാതെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കും മറ്റും മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നൊരു വിശദീകരണം ചോദിക്കേണ്ടതുണ്ട്. അങ്ങനെ വിശദീകരണം ചോദിക്കുക എന്ന കാര്യം സർക്കാരിൻ്റെ ഉത്തരവാദിത്വവുമാണ്. കരാറിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, എഗ്രിമെന്റിൽ വയലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സർക്കാരിന് കരാർ റദ്ദാക്കാനടക്കമുള്ള അവകാശമുണ്ട് എന്ന്. അപ്പോൾ ഈ കാര്യങ്ങളിലൊന്നും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല എന്നതുകൂടി പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് വി.ഡി. സതീശൻ നടത്തിയ വാർത്താസമ്മേളനത്തിലും ഇപ്പോൾ ഗോവിന്ദമാഷ് അടക്കമുള്ളവർ നടത്തിയ വാർത്താസമ്മേളനങ്ങളുമൊക്കെ അവനവനെ ന്യായീകരിക്കാനുള്ളൊരു ത്വര പ്രകടമാണ്. ഇനി മറ്റൊന്നു കൂടിയുണ്ട്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാർത്താസമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം ഒരു വലിയ ആയുധവുമായിട്ടാണ് വരുന്നത്, ദേശാഭിമാനി വാർത്ത. അവിടെ അദ്ദേഹം ദേശാഭിമാനിയുടെ വാർത്ത ഉന്നയിക്കുകയും എന്തുകൊണ്ടാണ് പാർട്ടി ഇതറിയാതിരിക്കുകയും ചെയ്തത് എന്ന കാര്യത്തിൽ ഊന്നി നിൽക്കുകയായിരുന്നു എങ്കിൽ ഇത് CPM-നെ വലിയ തോതിൽ ഇപ്പോഴും വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന ഒന്ന് തന്നെയാണ്. പാർട്ടി പത്രത്തെ പാർട്ടി സെക്രട്ടറിക്ക്, അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയം പറയാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന പാർട്ടി പത്രത്തെ പാർട്ടി സെക്രട്ടറിക്ക് തള്ളി പറയേണ്ടി വന്ന ഗതികേടുന്നുണ്ടായി. അത് പ്രധാനമാണ്. പക്ഷേ അവിടെ മുഖ്യമന്ത്രി വി.ഡി. സതീശനുണ്ടായ വളരെ ഫാക്ച്വൽ ആയിട്ടുള്ളൊരു എറർ എന്ന് പറയുന്നത് അദ്ദേഹം അവിടെ മാത്രമാണ് ആ വാർത്ത വന്നത് എന്നത് ഊന്നി പറഞ്ഞു. അത്രയും നേരം പറഞ്ഞ വളരെ ടെക്നിക്കലായി പറഞ്ഞിരിക്കുന്ന, വളരെ സാങ്കേതികമായി പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് കുറച്ചൊരു ഡ്രാമ കൊണ്ടുവന്നു. മാത്രമല്ല സർക്കാർ ആണ് ദേശാഭിമാനി പത്രത്തിൻ്റെ സോഴ്സ് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ ഡ്രാമ കൊണ്ടുവരുന്ന സമയത്ത് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം ചിലരൊക്കെ അത് എഴുതിയിട്ടുമുണ്ട്. അതിലൂന്നിയിടത്ത് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള എറർ വന്നു. അത് കൃത്യമായി CPM പോയിന്റ് ഔട്ട് ചെയ്തു. CPM-നുള്ള സംഘടനാ സംവിധാനമുണ്ട്, സൈബർ സംവിധാനമുണ്ട്, അത് പോയിന്റ് ഔട്ട് ചെയ്തു. അങ്ങനെയല്ല, ഞങ്ങളിത് മൂന്നാമത് മാത്രം റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്ന് റാഹിസ് റഷീദ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഒരു പത്രം അഭിമാന പുരസ്സരം പറയാണ് ഞങ്ങളിത് ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന്. അതിലാണ് മത്സരം. ഞങ്ങളിത് ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മൾക്ക് എന്താ പറയുക, ഞങ്ങളാണിത് ആദ്യം റിപ്പോർട്ട് ചെയ്തത്, ആധികാരികതയുണ്ട് എങ്കിൽ ഞങ്ങളിത് ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഇത് ഞങ്ങളുടേതല്ല, ഞങ്ങളുടേത് ഇങ്ങനെയല്ല എന്ന നിലയ്ക്കൊരു അവകാശവാദം ഉന്നയിച്ച് അതിൽ നിന്ന് തലയൂരാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരൊറ്റ കാര്യത്തിൽ ഊന്നിക്കൊണ്ടാണ് CPM ഇപ്പോൾ അതിലൊരു പ്രതിരോധം വെക്കുന്നത്. സർക്കാർ ഇത് നേരത്തെ അറിയണമായിരുന്നു എങ്കിൽ, പാർട്ടി പത്രത്തിലടക്കം വാർത്ത വന്നിട്ട് പാർട്ടിക്കെതിരെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്തില്ല എങ്കിൽ രണ്ടിടത്തും വീഴ്ചയുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. വിഴിഞ്ഞത്തെ അദാനി MSC ഡീൽ പ്രതിപക്ഷം നേരത്തെ അറിഞ്ഞിരുന്നോ എന്നതാണ് ചോദ്യം. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ 2 മേജർ ഫൗളുകൾ നിങ്ങൾ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ എനിക്കും ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഒന്ന്, ഇന്ന് മുഖ്യമന്ത്രി നേരിട്ട് പറയുന്നത് ആദ്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ദേശാഭിമാനിയാണ് എന്നാണ്. പച്ചക്കള്ളമാണ്. അങ്ങനെയല്ല എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ആ ചോദ്യം തന്നെ പൊളിഞ്ഞു. ആ ചോദ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രതിരോധമാണ് പൊളിഞ്ഞു വീണത്. 5-ാം തീയതി സുനീഷ് ജോയിയുടെ ബൈലൈനിൽ വന്നിരിക്കുന്ന വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ എന്ന വാർത്ത വരുന്നതിന് 2 ദിവസം മുമ്പ് മാതൃഭൂമിയിൽ, അതായത് ജൂൺ മാസം 3-ാം തീയതിയും രാകേഷ് K. നായരുടെ ബൈലൈനിലും, അതിനും 2 ദിവസം മുമ്പ് ജൂൺ മാസം 1-ാം തീയതി എക്കണോമിക് ടൈംസിൻ്റെ ഇൻഫ്രയിൽ P. മനോജിൻ്റെ ബൈലൈനിലും ഇതേ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് ജൂൺ 1-ാം തീയതി എക്കണോമിക് ടൈംസ് പ്രസിദ്ധീകരിച്ച് 4 ദിവസങ്ങൾക്ക് ശേഷമാണ് ദേശാഭിമാനി ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നത്. ഈ വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ച മാധ്യമം ദേശാഭിമാനി അല്ല. എന്നാൽ മുഖ്യമന്ത്രി ഇന്ന് വലിയ ഒരു കണ്ടുപിടുത്തം എന്ന മട്ടിൽ അവതരിപ്പിച്ചത് ആ കോപ്പിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതാ ദേശാഭിമാനിയാണ് ഈ വാർത്ത ആദ്യം കൊണ്ടുവരുന്നത്, ഇതിൻ്റെ സോഴ്സ് ഗവൺമെൻറ് ആണ് എന്നുള്ളതാണ്. അത് കള്ളമാണെന്നുള്ളത് പൊളിഞ്ഞ് പാളിസായിപ്പോയി എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ദുർബലമായ പ്രതിരോധം. അനാവശ്യമായിട്ടാണ് മുഖ്യമന്ത്രി ദേശാഭിമാനി ചാരി ഒരു പ്രതിരോധത്തിന് ശ്രമിച്ചത്. അത് പൊളിഞ്ഞു പാളീസായി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പറയാതെ ഒരു കാര്യം ഇടയ്ക്ക് പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ ഈ വകുപ്പിൽ പോർട്ട് സെക്രട്ടറി ആയിട്ട് 11-ാം തീയതിയാണ്, ജൂൺ മാസം 11-ാം തീയതിയാണ് ഈ സർക്കാർ നിയോഗിച്ചയാൾ ചുമതലയേൽക്കുന്നത് എന്നാണ്. പക്ഷേ ഒരു കാര്യം വി.ഡി. സതീശൻ മറന്നുപോയി. 18-ാം തീയതി മുഖ്യമന്ത്രി എന്ന നിലയിൽ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. തുടർന്ന് വകുപ്പ് വിഭജനം കഴിഞ്ഞ് പോർട്ട് മന്ത്രി എന്ന നിലയിലുള്ള ചുമതലയും അതിനു മുൻപ് ജൂൺ മാസത്തിന് മുമ്പ് മുഖ്യമന്ത്രി വി.ഡി. സതീശന് കിട്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പോർട്ട് മന്ത്രിയായി താൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ജൂൺ മാസം 1-ാം തീയതി എക്കണോമിക് ടൈംസിൽ വാർത്ത വരുന്നു. പോർട്ട് മന്ത്രിയായി ചുമതല എടുത്തതിന് ശേഷം ജൂൺ മാസം 3-ാം തീയതി മാതൃഭൂമിയിൽ വാർത്ത വരുന്നു. അതിനുശേഷം ദേശാഭിമാനിയിൽ വാർത്ത വരുന്നു. നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെ എല്ലാ PRD സംവിധാനം
സംവിധാനങ്ങളുമുള്ള ഒരു ഏജൻസിക്ക് ഈ വാർത്തകൾ നൽകുന്ന സൂചന മുഖ്യമന്ത്രിക്ക് കിട്ടിയില്ലേ? ഇന്റലിജൻസ് സംവിധാനം മുഖ്യമന്ത്രിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയിച്ചില്ലേ? ഈ കേരളത്തിൽ അദാനി പോർട്ടിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഏതെങ്കിലും ഒരു ട്രാൻസ്ഷിപ്പ് ടെർമിനലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏറ്റവും വലിയ വിദേശ നിക്ഷേപം വരുന്നു, ഏറ്റവും വലിയ നിക്ഷേപം വരാൻ പോകുന്നു എന്നുള്ള വിവരം സംസ്ഥാനത്തെ പോർട്ടിൻ്റെ ചുമതലയുള്ള മന്ത്രി അറിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ആ പദവിയിൽ ഇരിക്കാതിരിക്കുന്നതാവും നല്ലത്. കാരണം അത്രയും പ്രധാനപ്പെട്ട ഗുരുതരമായ ഒരു വിഷയം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും, ദേശാഭിമാനി അടക്കം റിപ്പോർട്ട് ചെയ്തിട്ട്, മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ട്, എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ട്, രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടും ആ വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയെ ഇന്റലിജൻസ് സംവിധാനവും PRDയും അറിയിച്ചില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് മുഖ്യമന്ത്രി പറയുന്നു, ഞാനും വാർത്തകളിലൂടെയാണ് അറിഞ്ഞത്. ഏത് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ളത് വാർത്തകളിലൂടെയാണ് അറിഞ്ഞത്. നോക്കൂ, ചർച്ചകൾ നടക്കുന്ന വിവരം 1 മാസം മുമ്പ്, 25 ദിവസം മുമ്പ് സംസ്ഥാനത്തെ പത്രങ്ങൾ ആ വാർത്ത കൈകാര്യം ചെയ്തിരുന്നു. അത് മന്ത്രി അറിയാതെ പോയി എന്നുള്ളിടത്താണ്. ഇനി എനിക്ക് രണ്ടാമത് പറയാനുള്ളത്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, യഥാർത്ഥത്തിൽ ഈ ചർച്ചകൾ അസംബന്ധമാണ് എന്നതാണ് എൻ്റെ നിലപാട്. ഇത് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ദേശാഭിമാനിയെ പേരെടുത്ത് പറഞ്ഞതുകൊണ്ടും അനാവശ്യമായി അതിനൊരു പ്രതിരോധം സൃഷ്ടിച്ചതുകൊണ്ടുമാണ്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി അങ്ങനെ പ്രതിരോധം സൃഷ്ടിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷം ഇത്ര വലിയ രീതിയിലുള്ള വിവാദം ഈ വിഷയത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ തുടക്കം മുതൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഇനി ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. പരമാവധി ഈ അദാനി പോർട്സ് SEZ എന്ന കമ്പനിയെ, വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഒരു സസ്പെൻഷൻ വേണമെങ്കിൽ കൊടുക്കാമെന്നുള്ളതാണ്. പക്ഷേ അത് കമ്പനിയുടെയും സർക്കാരിൻ്റെയും ഈ പ്രോജക്റ്റിൻ്റെയും നല്ല നടത്തിപ്പിന് ഗുണകരമാകാത്തതുകൊണ്ട് അങ്ങനെ ഒരു നടപടിയൊന്നും സ്വീകരിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കൂ. ഇന്ന് മുഖ്യമന്ത്രി ആരോപിച്ചിരിക്കുന്നത് പോലെ ഇനി പ്രതിപക്ഷം അറിഞ്ഞിരുന്നു എന്നിരിക്കട്ടെ. എന്താ പ്രതിപക്ഷം അറിഞ്ഞിരുന്നത്? ചർച്ച നടക്കുന്നു എന്നുള്ള വിവരമല്ലേ? MSCയും അദാനിയും തമ്മിൽ ഒരു ഷെയർ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്നു എന്നുള്ള വിവരം സംസ്ഥാനത്ത് ഒരാൾ അറിഞ്ഞാൽ എന്താ കുഴപ്പം? മുഖ്യമന്ത്രി അറിഞ്ഞാൽ എന്താ കുഴപ്പം? ചർച്ച നടത്താൻ പാടില്ലെന്ന് എഗ്രിമെൻറ്റിലുണ്ടോ? കൺസെഷൻ എഗ്രിമെൻറ്റിൽ എവിടെയെങ്കിലും ചർച്ച നടത്താൻ പാടില്ല എന്നുണ്ടോ? ഏതൊക്കെ കമ്പനികളുമായി എത്ര ശതമാനം ഓഹരികളും നിങ്ങൾക്ക് ചർച്ച നടത്താം. പക്ഷേ പ്രശ്നം എന്താണ്? ചർച്ച നടത്തി കഴിഞ്ഞത് എഗ്രിമെൻറ്റിലേക്ക് എത്തുമ്പോൾ ഒരു പ്രയർ അപ്രൂവൽ ഫ്രം സ്റ്റേറ്റ് അതോറിറ്റി വേണം. ഇതാണ് പ്രശ്നം. അപ്പോൾ ചർച്ച നടത്തുന്നതിന് മുൻകൂർ അനുമതി ആവശ്യമില്ല. ചർച്ച നടത്തിക്കഴിഞ്ഞ് അതിനൊരു പ്രയർ അപ്രൂവൽ, അതിൻ്റെ അപ്രൂവലിലേക്ക് വരുന്നതിന് മുമ്പ്, ഒരു എഗ്രിമെൻറ്റിലേക്ക് വരുന്നതിന് മുൻപ്, ട്രാൻസാക്ഷനിൽ മുൻപ്, ഇക്വിറ്റി ഏറ്റെടുക്കുന്നതിന് മുൻപ് ഒരു സർക്കാരിൻ്റെ അതോറിറ്റിയുടെ അനുമതി വേണം. ഇതാണ് കൺസെഷൻ എഗ്രിമെൻറ്റ് എഴുതി വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കൺസെഷൻ എഗ്രിമെൻറ്റ് വായിക്കുന്ന സമയത്ത് പ്രതിപക്ഷം ഒന്നുകൂടി അത് സൂക്ഷിച്ചു വായിക്കണം. രാജ്യ താല്പര്യം, പൊതു താല്പര്യം, ഇത് രണ്ടും മുൻനിർത്തിയാണ് ഇങ്ങനെയൊരു ക്ലോസ് അതിനകത്ത് വെച്ചേക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളിൽ മാത്രമേ സ്റ്റേറ്റിന് അതിൽ ഡിസപ്രൂവ് ചെയ്യാനുള്ള അവകാശവുമുള്ളൂ. ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? നമ്മളിതിനെ വസ്തുനിഷ്ഠമായി നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷം ഇത്ര വലിയ രീതിയിലൊരു വിവാദമുണ്ടാക്കി ഇതൊരു വലിയ രാഷ്ട്രീയമായിട്ടുള്ള ഒരു കച്ചവടമാണ് എന്ന മട്ടിൽ അവതരിപ്പിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. അതേസമയം തന്നെ സർക്കാർ ഇതിനെ വളരെ നിസ്സാരവൽക്കരിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. ഇത് സാങ്കേതികമായി ചെയ്യേണ്ട ഒരു കാര്യം മാത്രമായിരുന്നു. ആ കാര്യത്തിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചു. നോക്കൂ, എന്താണ് സർക്കാർ ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കിട്ടുമായിരുന്ന ബെനിഫിറ്റ്? സർക്കാർ ഇത് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ സർക്കാരിന് ചില ടേംസ് ആൻഡ് റെഫറൻസ് വേണമെങ്കിൽ മുന്നോട്ട് വയ്ക്കാം. ഈ കൺസെഷൻ എഗ്രിമെൻറ്റിൽ നിലവിൽ 531 പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ഇക്വിറ്റി ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് നമ്മളുടെ പൊതു താല്പര്യം എന്ന് തന്നെയാണ്, പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1, 2, 3, 4 അതിൽ സംസ്ഥാന സർക്കാരിന് നോക്കൂ 2034 മുതൽ മാത്രമേ 1% വരുമാനം കിട്ടൂ. ഇപ്പോൾ അതിൻ്റെ ഇക്വിറ്റി ഷെയർ എത്രയാ? 2598 കോടി രൂപ നിക്ഷേപിച്ച അദാനിക്ക് 27,000 കോടിയിലേക്ക് മൂല്യം ഉയർന്നിരിക്കുന്നു. 6,000 കോടി നിക്ഷേപിച്ച സംസ്ഥാന സർക്കാരിന് ദാ നോക്കൂ 1 രൂപ പോലും ഈ നിമിഷവും കിട്ടിയിട്ടില്ല. അതായത് സംസ്ഥാന സർക്കാർ നിക്ഷേപിച്ച ആ ഓഹരിക്ക് മൂല്യം വർദ്ധിച്ചിട്ടില്ല. അവിടെ കിടക്കുന്ന 6,000 കോടി അവിടെ തന്നെ കിടക്കുക. അതിൻ്റെ റിട്ടേൺ കിട്ടുന്നത് എന്ന് മുതലാണ്? 2034 മുതൽ. ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് വരുന്ന സമയത്ത് വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ആ ക്ലോസിൽ ഒരു വ്യത്യാസം വരുത്താമായിരുന്നു. നോക്കൂ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടാക്കിയ എഗ്രിമെൻറ്റാ. ആ എഗ്രിമെൻ്റാണ് ലോകത്തൊരിടത്തും നമ്മൾ കാണാത്തൊരുതരം എഗ്രിമെൻ്റാണ്. കാര്യം 60 വർഷത്തേക്ക് 335 ഏക്കർ സ്ഥലത്തിൻ്റെ ഫ്രീ ഹോൾഡ് കൊടുത്തുകൊണ്ട് പൂർണ്ണമായിട്ടും അദാനിക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നൊരു പ്രോജക്റ്റായിട്ട് അത് മാറ്റി. അതാണെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞത്. ഇത് അദാനിക്ക് മാത്രം ലാഭം ഉണ്ടാക്കാൻ പറ്റിയ പ്രോജക്റ്റാണ്. പക്ഷെ നോക്കൂ, അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ നമ്മുടെ നാടിന്
ലഭ്യമാവുന്ന വികസനത്തെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ കൺസേൺഡ് ആയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പദ്ധതിയെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഒരു പക്ഷേ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ കൂടി മുൻനിർത്തി ഇതിന് റിട്ടേൺ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ബാർഗെയിനിങ് നെഗോഷിയേഷന് ഒരു ചെറിയ സ്പേസ് ഉണ്ടായിരുന്നു. ആ സ്പേസ് ഇന്നിപ്പോൾ ഇല്ലാതായി. ഇനിയിപ്പോൾ അത്തരം സ്പേസുകളൊന്നുമില്ല. ഇത് നമുക്ക് പറയാൻ പറ്റുക ഇതിപ്പം ദേശീയ സുരക്ഷയെ ബാധിക്കാത്ത തരത്തിൽ നടപ്പിലാക്കുക, അത് കേന്ദ്ര സർക്കാരിന് അനുമതി കൂടി ലഭിക്കുന്നതോടുകൂടി അത് നടപ്പാകും എന്നുള്ളതാണ്. ഇനി പ്രതിപക്ഷത്തിൻ്റെ കാര്യത്തിൽ എന്തിനാണ് അനാവശ്യമായി ഇത്തരത്തിലൊരു വിവാദവും സന്ദേഹവും ഉണ്ടാക്കുന്നത്? MSc വരുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ മൊണോപ്പൊളി പ്രശ്നമായി വരുന്നുണ്ടോ? അതാണ് നേരത്തെ സ്മൃതി പറഞ്ഞതുകൊണ്ട് ഒരു പാർഷ്യലായി യോജിക്കുന്നത്. എണ്ണൂറിൻ്റെ കാര്യത്തിൽ മുദ്രയുടെ കാര്യത്തിലേക്ക് അത് സംഭവിച്ചിട്ടുണ്ട്. MSc ആണ് ഇത്രയും കപ്പലുകൾ ഇവിടെ വന്നിരിക്കുന്നത്. MSc എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ്. ആ കമ്പനിയുടെ നിക്ഷേപം ഉണ്ടാകുന്നു എന്നുള്ളത് പോസിറ്റീവായി തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് അങ്ങനെയൊരു ബാർഗെയിനിങ് നെഗോഷിയേഷൻ്റെ ഒരു സ്പേസ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന വീഴ്ച. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നല്ല, സർക്കാർ ഇപ്പോൾ അതൃപ്തി അറിയിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ അതൃപ്തി അറിയിക്കുക, പിണക്കം അറിയിക്കുക, പരിഭവം അറിയിക്കുക, ഇതൊന്നും അല്ലല്ലോ പ്രശ്നം. ഇത് കോടിക്കണക്കിന് രൂപയുടെ ആദായം ഓഹരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. ആ ഡീലിൽ നമുക്കൊരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു പൊസിഷൻ ഉണ്ടാകണമായിരുന്നു. 6000 കോടി നിക്ഷേപിച്ച സംസ്ഥാന സർക്കാർ 2034 വരെ കാത്തിരിക്കുക, 2080 വരെ കാത്തിരിക്കേണ്ടി വരിക എന്നുള്ളതാണ്. ലാഭം മുഴുവൻ സ്വാഭാവികമായും അദാനിയുടെ സംഘവും കൊണ്ടുപോവുക. അമ്മാതിരി ഒരു കരാർ ഒപ്പിട്ടു വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ പൊറാട്ട് നാടകങ്ങളും നടത്തുന്നത് എന്നുള്ളതാണ്. ബാക്കിയൊക്കെ രാഷ്ട്രീയമാണ്. ഈ അസംബന്ധ നാടകം പ്രതിപക്ഷവും അവസാനിപ്പിക്കുക, ഭരണപക്ഷവും അവസാനിപ്പിക്കുക. ഇനിയിപ്പോൾ നമ്മുടെ മുന്നിലുള്ള വഴി ഇത്ര മാത്രമേ ഉള്ളൂ. അദാനി ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്ന ഈ കരാർ അത് നടപ്പാക്കി കഴിഞ്ഞു. അത് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന പോലല്ല, എഗ്രിമെന്റ് സൈൻ ചെയ്തതോടുകൂടി ലിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ ഒബ്ലിഗേഷൻസും കമ്പനി പൂർത്തിയാക്കി. സെബിയെ വിവരം അറിയിച്ചു, എക്സ്ചേഞ്ചിലേക്ക് അതിൻ്റെ ഷെയർ പാറ്റേൺ ഇടുകയും ചെയ്തു. ഇനി രണ്ടാമതുള്ളത് എന്താ? റെഗുലേറ്ററി ആയിട്ടുള്ള ക്ലിയറൻസ് കിട്ടുക. അത് മാത്രമാണ്. ആ റെഗുലേറ്ററി ക്ലിയറൻസ് കിട്ടുന്നതോടുകൂടിയാണ് ട്രാൻസാക്ഷൻ പൂർത്തിയാവുക. പക്ഷേ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ നിന്നൊരു തിരിച്ചുപോക്കൊന്നും സാധ്യമായ കാര്യമല്ല. അങ്ങനെ തിരിച്ചു പോകണമെന്നുള്ളത് സംസ്ഥാന താല്പര്യത്തിനെതിരുമാണ്. അങ്ങനെ വന്നാൽ എന്തായിരിക്കും അത് വരിക? ഏറ്റവും വലിയ നിക്ഷേപത്തെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചവരാണ് നമ്മൾ എന്നൊരു രാഷ്ട്രീയ നെറേറ്റീവിലേക്ക് അത് പോകും. അതുകൊണ്ട് ഈ അസംബന്ധ നാടകം എത്രയും പെട്ടെന്ന് ഇരുവരും നിർത്തി സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തെ മുൻനിർത്തുന്ന തരത്തിൽ ഇനി അദാനിയോട് ആവശ്യപ്പെടുക. നിലവിൽ നിങ്ങൾ ഈ ക്ലോസ് വയലേറ്റ് ചെയ്തിരിക്കുന്ന ഈ ക്ലോസ് പക്ഷേ പൊതു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന ഉപാധികളോട് ഒരു അനുബന്ധ കരാർ വെച്ച് കടന്നു പോവുക എന്നതിനും അപ്പുറത്തേക്ക് ഇതിനെ വലിയ രീതിയിലുള്ള ഒരു വിവാദമാക്കി മാറ്റേണ്ടതില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതിനു പിന്നിൽ ഒരു രാഷ്ട്രീയം സാധ്യതകൾ തിരയുന്ന പ്രതിപക്ഷവും ഇതിനെ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ഗവൺമെൻറ്റും ഒരേപോലെ നമ്മളെ മണ്ടന്മാരാക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് 2034 വരെ നമുക്ക് ഒരു പൈസ പോലും നേരിട്ട് റവന്യൂ ആയിട്ട് കിട്ടാൻ പോകുന്നില്ല. ഇതെല്ലാം കൊണ്ടുപോകുന്നത് അദാനി തന്നെയായിരിക്കും, MSc തന്നെയായിരിക്കും. അതിൻ്റെ മൂല്യത്തിൻ്റെ വർധനവ് നോക്കൂ. 2578 കോടി 2 വർഷം കൊണ്ട് 27,000 കോടിയാക്കി അദാനി വർദ്ധിപ്പിച്ചു. മറുഭാഗത്ത് 6,000 കോടിയായിട്ട് അവിടെ തുടരുന്നു. ഇതാണ് വാസ്തവം. ഇനി ഇതിനകത്ത് എത്ര ഷെയറുകൾ വന്നാലും, ഇനി എത്ര കമ്പനികൾ വന്നാലും ഇതേപോലെ സംസ്ഥാന സർക്കാരിനോട് അനുവാദം ചോദിക്കേ കഴിയൂ. സംസ്ഥാന സർക്കാരിനെ നിരാകരിക്കാൻ കഴിയില്ല. കാരണം ഈ 2 ക്ലോസുകളാണ് കൺസ്റ്റിറ്റ്യൂഷണൽ എഗ്രിമെൻറ്റിലുള്ളത്. ഒന്ന്, അത് പൊതു താല്പര്യത്തിനെതിരാണ് എന്നത് വരണം, അല്ലെങ്കിൽ രാജ്യസുരക്ഷയ്ക്കെതിരാണെന്ന് വരണം. നിലവിൽ മുദ്രയടക്കം 800 അടക്കമുള്ള തുറമുഖങ്ങളിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള MScക്ക് അങ്ങനൊരു ക്ലോസ് ഇല്ല, അങ്ങനൊരു പ്രശ്നമേ വരാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അസംബന്ധ നാടകവും പൊറാട്ട് നാടകവും ഇരുവരും അവസാനിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇനി ദയവ് ചെയ്ത് അസത്യപ്രചരണങ്ങൾ ഇരുകൂട്ടരും നടത്താതിരിക്കുക, ജനങ്ങളെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കുക, ഇതിന് സുതാര്യത വരിക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യത്തിൽ എനിക്കൊരു വിമർശനം മുഖ്യമന്ത്രിയോടുള്ളത്, പാർട്ടി സെക്രട്ടറിക്ക് എന്താണ് ഇതിൽ കാര്യമെന്ന് ചോദിച്ചു. പാർട്ടി സെക്രട്ടറി എന്താ? ഈ നാട്ടിലെ പൗരനല്ലേ സാർ? ഈ നാട്ടിലെ നികുതിദായകനല്ലേ സാർ? പാർട്ടി സെക്രട്ടറിക്ക് എന്താ ഇക്കാര്യങ്ങളിൽ താല്പര്യമുണ്ടാവാൻ പാടില്ലെന്നുണ്ടോ? ഒരു പാർട്ടി സെക്രട്ടറിക്കാണെങ്കിലും മാധ്യമപ്രവർത്തകരാണെങ്കിലും സംസ്ഥാനത്തുള്ള മുഴുവൻ ആളുകൾക്കും വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു പോർട്ടിൽ താല്പര്യമുണ്ടാവുന്നത് സ്വാഭാവികമാണ്. അതിനെ ചോദ്യം ചെയ്യാനൊന്നും മുഖ്യമന്ത്രി ആയിട്ടില്ല എന്ന് മാത്രം വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ പ്രതിപക്ഷം നേരത്തെ അറിഞ്ഞു എന്ന ചോദ്യത്തിന് എല്ലാവരും ഇത് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു എന്നതാണ് എൻ്റെ പക്ഷം. പ്രതിപക്ഷം നേരത്തെ അറിഞ്ഞിരുന്നോ? യെസ് എന്ന് 4 പേരും. Meet the editors.